നമസ്കാരം. ഇന്ന് 24 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. കാരണം സ്നേഹം നടിച്ച് ഒരു പുരുഷനോടൊപ്പം നടക്കുകയും അവനെ കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ച പോലെ സിംബോളിക്കായി വിവാഹം കഴിക്കുകയും അവനോടൊപ്പം പല സ്ഥലങ്ങളിൽ താമസിക്കുകയും കറങ്ങി നടക്കുകയും ഒക്കെ ചെയ്തു. തൻ്റെ കാമുകനേക്കാൾ നല്ലൊരു ബന്ധം തനിക്ക് കിട്ടുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവനെ ഒഴിവാക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ അവനിലുള്ള അവളുടെ ആവേശം തീർന്നതിന് ശേഷം മറ്റൊരാളിലേക്ക് കടന്നു കയറുവാൻ, അല്ലെ അയാളെ ജീവിതസഖിയാക്കുവാൻ വേണ്ടി അവളെടുത്ത തീരുമാനത്തിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് ഷാരോൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതമായിരുന്നു. അവൻ അവളെ ആത്മാർത്ഥമായി സ്നേഹിച്ചു. പക്ഷേ അവസരം കിട്ടിയപ്പോൾ അവനെ ഒഴിവാക്കുവാനുള്ള ശ്രമമാണ് അവളുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനുവേണ്ടി ദിവസങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം നീണ്ടുനിന്ന പല പദ്ധതികളും അവൾ രൂപപ്പെടുത്തുകയും പല രീതിയിലുള്ള ഗവേഷണങ്ങൾക്കൊടുവിൽ ജ്യൂസ് ചലഞ്ച് നടത്തി അവന് കൊടുക്കുന്ന ജ്യൂസിൽ വിഷം കലർത്തി കൊടുത്ത് കുറേശ്ശെ കൊല്ലുവാൻ ശ്രമിക്കുകയും ഏറ്റവും അവസാനത്തെ ദിവസം അവനെ വിളിച്ചു വരുത്തുകയും അതിനുശേഷം അവൻ്റെ ആരോഗ്യസ്ഥിതി നന്നാവാൻ വേണ്ടി കുറച്ചുകൂടി ശരീരപുഷ്ടിക്ക് വേണ്ടി ആണ് എന്ന രീതിയിലോ എന്തായാലും ഒരു പ്രത്യേകതരം കഷായം ഉണ്ടാക്കി ജ്യൂസിനകത്തൊഴിച്ച് ഷാരൂണിന് കൊടുക്കുകയും അത് കുടിച്ചിട്ട് പോയ ഷാരൂൺ അവിടെ വീട്ടിൽ വെച്ച് തന്നെ ഛർദ്ദിക്കുകയും അതിനുശേഷം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും 11 ദിവസം ഹോസ്പിറ്റലിൽ മരണത്തോടെ മല്ലടിച്ച് കിടക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. ഈ 11 ദിവസം തൻ്റെ ആന്തരിക അവയവങ്ങൾ മുഴുവൻ അഴുകിപ്പോകുന്ന സമയത്തും ഷാരോൺ എന്ന ചെറുപ്പക്കാരൻ അറിഞ്ഞിരുന്നില്ല തൻ്റെ കാമുകി തനിക്ക് നൽകിയത് വിഷമാണെന്ന്, അല്ലെങ്കിൽ അവളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് താൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്നും അവളോടൊപ്പം ഒരു ജീവിതം കാക്ഷിച്ചുകൊണ്ട് അവൻ അതിനെ എതിർത്ത് പറയാതിരുന്നു എന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇവിടുത്തെ വിഷയം എല്ലാവരും ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. 24 വയസ്സുള്ള ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ കിട്ടിയിരിക്കുന്നു. അതിൻ്റെ കാര്യകാരണ സഹിതങ്ങളെ പറ്റിയാണ് ഓരോരുത്തർ സംസാരിക്കുന്നത്. ഒരു കുറ്റകൃത്യം സമൂഹത്തിൽ നടന്നു കഴിഞ്ഞാൽ ആ കുറ്റവാളിക്ക് കൊടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുന്ന മറ്റുള്ളവർക്ക് അതേ കുറ്റം ചെയ്യാതിരിക്കാനുള്ള ഒരു താക്കീതായിട്ട് വേണം നാം കാണേണ്ടത്. അങ്ങനെ കണ്ടാൽ ഗ്രീഷ്മയ്ക്ക് കൊടുത്ത ശിക്ഷ ഒട്ടും കുറവില്ല എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ച അതേ കോടതികൾ തന്നെ, അതേ നിയമം പഠിച്ച ജഡ്ജി തന്നെയാണ് 51 വെട്ടുവെട്ടി ടി.പി. ചന്ദ്രശേഖരനെ കൊന്ന പ്രതികൾക്ക് വധശിക്ഷ നൽകാതിരുന്നത് എന്ന് നിങ്ങൾ ഓർക്കുക. കരുതിക്കൂട്ടി 2 ചെറുപ്പക്കാരെ പെരിയയിൽ വെട്ടിക്കൊന്നതിനെവർക്കെതിരെ അവർക്ക് വധശിക്ഷ കൊടുക്കാത്തതിനെ പറ്റി ചിന്തിക്കുക. 10-40 കുട്ടികൾക്ക് മുമ്പിൽ വെച്ച് ജയകൃഷ്ണൻ എന്ന് പറയുന്ന മാഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയവർക്ക് വധശിക്ഷ കൊടുക്കാത്തതിനെ പറ്റി നാം ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ ഈ സമൂഹത്തിൽ നടന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഗ്രീഷ്മയ്ക്ക് കൊടുക്കുന്ന അതേ ശിക്ഷ, ഗ്രീഷ്മ പതുക്കെ അവനെ കൊല്ലാൻ ശ്രമിച്ചെങ്കിൽ അതുപോലെ തന്നെയാണ് കരുതിക്കുട്ടിയുള്ള കൊലപാതകങ്ങളെല്ലാം തന്നെ. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ കയറി അതിക്രമിച്ച് കടന്ന് 3 പേരെ കമ്പിയോടി കൊണ്ടും അല്ലാതെ വെട്ടുകയൊക്കെ ചെയ്തതിന് ശേഷം 2 പേർ മരിക്കുകയും ചെയ്തൊരു സംഭവം നമ്മുടെ മുൻപിലുണ്ട്. അയാൾക്ക് എന്ത് ശിക്ഷ കൊടുക്കും? ഇങ്ങനെയാണെങ്കിൽ ഒരു ജീവൻ എടുത്തവന് വധശിക്ഷ കൊടുക്കുന്നതിനെ നമുക്ക് ശരിക്കും പറഞ്ഞ് ന്യായീകരിക്കുക തന്നെയാണ് ചെയ്യേണ്ടത്, മറ്റൊരാളെ ചെയ്യാതിരിക്കും. ഇവിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന ഇപ്പൊ ഗ്രീഷ്മയ്ക്കാണെങ്കിൽ തന്നെ വധശിക്ഷയ്ക്ക് വിധിച്ചതിന് ശേഷം ഗ്രീഷ്മയുടെ മുമ്പിൽ ഈ ഓൺലൈൻ മാധ്യമങ്ങൾ അല്ലെ ചാനലുകൾ നടത്തുന്ന ക്രിസ്മസ് മത്സരം പോലെ 3 ഓപ്ഷൻസ് ഉണ്ട്. അടുത്തത് ഹൈക്കോടതി കഴിഞ്ഞ സുപ്രീം കോടതി, ഇതെല്ലാം കഴിഞ്ഞ് രാഷ്ട്രപതിയുടെ മുമ്പിൽ ദയാഹർജിയും കൊടുക്കുവാൻ ഉള്ള അവസരമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇന്ന് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞതുപോലെ 24 വയസ്സിന്റെ ആനുകൂല്യം കൊണ്ട് ഇനിയും ജീവിക്കാനുള്ള ഒത്തിരി അവസരങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കോടതി ഈ ശിക്ഷ കുറവ് ചെയ്യുമെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അപൂർവമാണ് അല്ല എന്നാണ് നമ്മുടെ കോടതി വിധിച്ചെങ്കിൽ അപൂർവം അല്ല എന്നായിരിക്കും ഹൈക്കോടതി വിധിക്കാൻ പോകുന്നത്. അപ്പൊ നിയമസംഹിതയിൽ മാറ്റം അനിവാര്യമാണ്. നമ്മുടെ നീതിന്യായ സംവിധാനത്തിൽ കുറ്റകൃത്യങ്ങളിൽ പെടുന്നവർ, വിശേഷിച്ച് കൊലപാതകം ചെയ്യുന്നവൻ, ബലാത്സംഗം ചെയ്യുന്നവൻ, കുട്ടികളെ പീഡിപ്പിക്കുന്നവർ, ഇവർക്കുള്ള ശിക്ഷകൾ ഒരു കാരണവശാലും ഇളവ് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. ഈ വിധിക്ക് ശേഷം മുകളിൽ വരുന്ന 1, 2, 3 ജഡ്ജിമാരുള്ള ഒരു ഡിവിഷൻ ബെഞ്ച് അതിനെ അനാലിസിസ് ചെയ്യട്ടെ. എന്നിട്ടും അവിടെ എന്തെങ്കിലും ലൂപ്പോൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ആൾക്കാരെ പുറത്തുവിടാൻ പാടുള്ളൂ എന്നുള്ളതാണ് എന്നെ പോലുള്ളവർ ചിന്തിക്കുന്ന ഒരു കാര്യം.
കരുതിക്കൂട്ടുള്ള എല്ലാ കൊലപാതകങ്ങളും, അത് വിഷം കൊടുത്തായാലും തല്ലിക്കൊന്നാലും വെട്ടിക്കൊന്നാലും, അതല്ലെങ്കിൽ വിഷം ഉള്ളിൽ കൊടുത്തിട്ട് പിന്നെ കെട്ടിത്തൂക്കിയാലും, അല്ലെങ്കിൽ മൃതപ്രായനാക്കിയതിനു ശേഷം കെട്ടിത്തൂക്കി ആത്മഹത്യയൊക്കെ വരുത്തി തീർത്താലും, അതിലെ കുറ്റവാളിയെ കണ്ടുകിട്ടിയാൽ തെളിവുകൾ അവനെതിരാണെങ്കിൽ തെളിവുകൾ എല്ലാം മുൻനിർത്തിക്കൊണ്ട് അവനെയും വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നെങ്കിൽ ഈ നാട്ടിൽ ഇങ്ങനെയുള്ള കൊലപാതകങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഒരൊറ്റ രാഷ്ട്രീയ കൊലപാതകങ്ങൾ പോലും ഉണ്ടായില്ലായിരുന്നു. ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടിയും കൊടി പിടിച്ചിട്ട് വൈകിട്ടൊരുത്തനെ കൊല്ലുവാൻ ഒരു പാർട്ടിക്കാരനും ഒരു ഗുണ്ടയും തയ്യാറായി മുമ്പോട്ട് വരില്ലായിരുന്നു. ഗ്രീഷ്മയ്ക്ക് കൊടുത്ത അതേ ശിക്ഷയാണ് ഈ പറഞ്ഞവർക്കെല്ലാം തന്നെ കൊടുക്കേണ്ടിയിരുന്നത്. ഒരാളുടെ ജീവൻ എടുക്കുവാൻ ഒരാൾക്ക് അവകാശമില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. അങ്ങനെയാണെങ്കിൽ ജീവൻ എടുക്കുന്നവനെല്ലാം വധശിക്ഷ കൊടുക്കണം. അപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം, വിദേശ രാജ്യങ്ങളിൽ, സൗദി പോലെയുള്ള രാജ്യങ്ങളിൽ ഇപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നില്ലേ എന്ന്. ഉണ്ട്. പക്ഷേ അവിടുത്തെയോട് താരതമ്യം ചെയ്യുമ്പോൾ അവിടെയല്ലേ കുറവ്, ഇവിടെയല്ലേ കൂടുതൽ. അപ്പോൾ ജനാധിപത്യത്തിന് ഒട്ടും ഭൂഷണമല്ലാത്ത ഒരു കാര്യമാണ് മറ്റൊരാളുടെ ജീവൻ എടുക്കുന്നത് എന്നുള്ളത്. അങ്ങനെയുള്ള രീതിയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ പോകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. പിന്നെ പ്രണയപ്പക കൊണ്ട് സാധാരണഗതിയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. പക്ഷെ ഇത് പ്രണയപ്പകയല്ല, സ്നേഹപൂർവ്വം കൊടുത്ത അവന് കൊടുത്ത സ്നേഹത്തിൻ്റെ പ്രതീകമായി അവന് കൊടുത്തതാണ് ഈ പറഞ്ഞ കഷായം. അവൾ കൊടുത്തുകൊണ്ട് മാത്രമായിരിക്കും അവനത് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഗ്രീഷ്മ വധശിക്ഷ അർഹിക്കുന്നുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് സൂചിപ്പിക്കുവാൻ. ഈ പറഞ്ഞ പോലെ വധശിക്ഷ കാത്തു കിടക്കുന്ന കുറേ അധികം ആൾക്കാർ കേരളത്തിലുണ്ടെന്നാണ് റിപ്പോർട്ട്. അതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് ഈ പറഞ്ഞ ഗ്രീഷ്മ എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ കുറേ ആൾക്കാരുണ്ട്, ആ കൂട്ടത്തിൽ ഒരാൾ. ഇനിയിപ്പോൾ ഗ്രീഷ്മ ജയിലിലെ ആഹാരമൊക്കെ കഴിച്ച്, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട പ്രതി എന്ന നിലയിൽ നല്ല ആഹാരമൊക്കെ ലഭിച്ച്, നല്ല ആഹാരമൊക്കെ കഴിച്ച്, ജോലിയൊന്നും ചെയ്യാതെ സുന്ദരിയായിട്ടായിരിക്കാം പുറത്തേക്ക് വരാൻ പോകുന്നത്. നാം കണ്ടിട്ടുണ്ട്, ഈ കൊലക്കേസിലെ പ്രതികളൊക്കെ പുറത്തു വരുമ്പോൾ സുന്ദരന്മാരും സുന്ദരികളുമായിട്ടാണ് വരുന്നത്. ഇവരൊക്കെ തീറ്റിപ്പോറ്റുന്ന ഒരു സംസ്കാരമാണ് നമുക്കുള്ളത്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ആൻ ഐ ഫോർ ഐ, എ ടീത്ത് ഫോർ ടീത്ത് എന്ന് പറയുന്നില്ല എങ്കിൽ പോലും അതുപോലുള്ള നിയമങ്ങൾ വന്നാൽ, ഒരുപക്ഷെ കടുത്ത ശിക്ഷ നൽകിയാൽ പല കുറ്റകൃത്യങ്ങളും നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിവാകും. അതിനൊരു മാതൃകയാവട്ടെ ഗ്രീഷ്മയ്ക്ക് നൽകിയ ശിക്ഷയെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നന്ദി, നമസ്കാരം.